യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയ റെസിപ്പിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് വീറ്റ് ആണ്. വീറ്റിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് നമുക്കറിയാം. വീറ്റ് അതിന്റെ ഫൈബറോട് കൂടെ തന്നെയാണ് നാം കുക്ക് ചെയ്യുന്നത്. ഇതിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രക്തത്തിൽ എത്ര പെട്ടെന്ന് അബ്സോർബ് ചെയ്യും എന്നതിനെയാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. വീറ്റിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവായതിനാൽ അമിതവണ്ണത്തെ തടയുവാനും പ്രമേഹം പോലുള്ള രോഗങ്ങളെ അകറ്റുവാനും സഹായിക്കുന്നു. വീറ്റിലെ സെലേറിയം, വൈറ്റമിൻ ഇ എന്നിവ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയുവാൻ സഹായിക്കുന്നു. നമുക്കിന്ന് ബ്രോക്കൺ വീറ്റ് ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം തയ്യാറാക്കിയാലോ? എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? സ്നേഹക്കൂട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹെൽത്തി പായസം റെഡിയാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ബ്രോക്കൺ വീറ്റ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ശർക്കര നല്ലവണ്ണം ചെറിയ പീസസ് ആയിട്ട് പൊടിച്ചെടുത്തത്. 1/2 മുറി തേങ്ങ, ആവശ്യത്തിന് ചേർക്കാനായി ഉപ്പ്, ഒരു ഫുൾ തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തതാണ്. 2ാം പാല് 2 ഗ്ലാസ് ഉണ്ട്. അതിൽ 1ാം പാല് 1 ഗ്ലാസും എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ചേർക്കാനായി 5 ഏലക്ക, ചെറിയ ജീരകം, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ബ്രോക്കൺ വീറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമായി ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബ്രോക്കൺ വീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബ്രോക്കൺ വീറ്റ് വേവിക്കാനായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമുള്ള എന്ത് റെഡിയാക്കുമ്പോഴും അല്പം ഉപ്പ് ചേർക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണിത്. നമുക്ക് കുക്കറിൻ്റെ മൂടി ഉപയോഗിച്ച് ഇതൊന്നിങ്ങനെ മൂടി വെക്കണം. എന്നിട്ട് തീ സ്ലിം ആക്കണം. ലോ ഫ്ലെയിമിലാണ് ഇത് ഒരു വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കേണ്ടത്. ആ സെയിം ടൈം തന്നെ നമുക്ക് പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പസമയം ഇതൊന്ന് മിൽറ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാനി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ബ്രോക്കൺ വീറ്റ് വെന്തോ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബ്രോക്കൺ വീറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം.
ഈ മഴക്കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. നമ്മുടെ ഹെൽത്തി പായസം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, ചെറിയ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് കാഷ്യൂനട്ട്, കിസ്മിസ് എന്നിവ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായി അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇത് നമുക്ക് ഇനി പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസത്തിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് കടക്കുന്നത്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരമുറി തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പായസത്തിന് നല്ല ടേസ്റ്റും കിട്ടും. അല്പം നമുക്ക് ചവക്കാൻ കിട്ടുമ്പോൾ പായസം മടുക്കത്തുമില്ല. നല്ല ടേസ്റ്റാണിത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് ഒന്നാം പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഹെൽത്തി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നമ്മുടെ ഹെൽത്തി പായസം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്നേഹക്കൂട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഹെൽത്തി പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.